ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. ഞാൻ ഇന്നൊരു സംശയ പരിഹാരമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ബാങ്കിൽ ഈടില്ലാതെ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചടച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് ജപ്തി ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഈട് വേണം. അതല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കൈക്കലാക്കണമെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നമ്മൾ അവർക്ക് നൽകിയിരിക്കണം. ഇത് രണ്ടും ചെയ്തിട്ടില്ലാതെയാണ് നമ്മൾ ലോൺ എടുക്കുന്നത് എങ്കിൽ നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ കഴിയുക? നല്ലൊരു ചോദ്യമാണല്ലേ? നമ്മളിൽ പലരും ചിന്തിച്ചിരിക്കുന്നത് ഈടില്ലാതെ ലോൺ എടുത്തിട്ട് നമ്മൾ അടച്ചില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ്. എന്നാൽ ഇതിൽ ചില ബാധ്യതകളും ബാധിപ്പുകളും നമ്മൾക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ബാധിപ്പുകളായിരിക്കും നമ്മൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കും ഇതെന്താണ് ബാധിപ്പ്, ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലേ? അതുകൊണ്ട് ഈ സംശയം പരിഹരിക്കുക എന്നതിനോട് കൂടെ തന്നെ എല്ലാവർക്കും ഈ അറിവ് ഷെയർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്യുകയും ചെയ്യുക. പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈടൊന്നും നൽകാതെ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കുകൾക്ക് കാര്യമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന ധാരണ ഒന്ന് ഉറപ്പിക്കുവാനാണ് സുഹൃത്ത് ഈ ചോദ്യവുമായി വന്നത്. എന്നാൽ ഈ ധാരണ ശരിയാണോ? ഇത്തരം വായ്പകൾ തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബാങ്കുകൾ വ്യക്തികൾക്ക് വായ്പ നൽകുന്നത് അവരുടെ പേഴ്സണൽ ലയബിലിറ്റിയിൽ ആണ്. അതായത് ഈ വായ്പ തിരിച്ചടയ്ക്കുവാൻ ഈ വ്യക്തിക്ക് നിയമപരമായ ഉത്തരവാദിത്തമുണ്ട്. തിരിച്ചടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ തവണ തിരിച്ചടയ്ക്കുവാൻ താമസിച്ചാൽ വായ്പയെടുത്തയാളുടെ സിബിൽ റിപ്പോർട്ടിൽ ബാധിക്കും. ക്രെഡിറ്റ് സ്കോർ താഴേക്ക് പോകും. സിബിൽ സ്കോർ 300 മുതൽ 900 വരെയുള്ള സ്കെയിലിലാണ് രേഖപ്പെടുത്തുന്നത്. സിബിൽ സ്കോർ താഴേക്ക് പോകുന്നു. പിന്നീട് നമ്മൾക്ക് യാതൊരുവിധ ലോണോ അതുപോലുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമോ ലഭിക്കുകയില്ല. ഇതുമാത്രമാണോ നമ്മൾക്ക് ബാധ്യതയായി വരുന്നത്? അല്ല. ഇവർ രണ്ടാമത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജ് ഓഫീസുകളിലേക്ക് RR എന്നുള്ള രീതിയിൽ RR അയക്കുന്നതാണ്. ഈ RR വില്ലേജ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോൺ തിരിച്ചടയ്ക്കുകയോ ഈ ലയബിലിറ്റി തീർക്കുകയോ ചെയ്യാതെ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് മറ്റൊരു കാര്യവും നേടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരും. നമുക്ക് ചിലപ്പോൾ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, നമുക്കൊരു പൊസിഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, നമ്മൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ വില്ലേജുകളിൽ പോകുമ്പോൾ നമുക്കത് ലഭിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ കഴിയാതെ വരും. ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാതെ നമുക്ക് പഞ്ചായത്തുകളിൽ നിന്നോ മറ്റെവിടെ നിന്നോ ഒരു ആനുകൂല്യമോ കാര്യങ്ങളോ സ്വീകരിക്കാൻ കഴിയില്ല. ഇല്ലെങ്കിൽ പുതിയതായി ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതായി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇത്തരം സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമുക്കൊരു എൻട്രൻസിന് പോവുകയാണെങ്കിൽ പോലും നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണം, എന്നാലേ നല്ല കോച്ചിങ് സെന്ററുകളിൽ കിട്ടുള്ളൂ എന്നുള്ള രീതികളൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇത് ബാധ്യതകളായി മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകളിൽ നിന്ന് ഈടില്ലാതെ ലഭിക്കുന്ന ലോണും തിരിച്ചടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണെന്നും നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ ബാധ്യസ്ഥനാണ് എന്നും മനസ്സിലാക്കുക. ഈടില്ലാതെ ലോൺ ലഭിക്കുന്നത് നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതിയിൽ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വലിയൊരു ബാധ്യതയിൽ പോയി എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോൺ എടുക്കാൻ നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് തന്നെ അത് അടച്ചു തീർക്കാം എന്നുള്ള ലക്ഷ്യവും അടച്ചു തീർക്കാനുള്ള ഒരു വഴിയും കണ്ടുകൊണ്ട് മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക. ലോൺ എടുത്തുകൊണ്ട് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ബിസിനസ്സുകൾ ചെയ്യാതിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു ലോൺ എടുത്ത് ആ ബിസിനസ്സിന് വേണ്ടി ആ തുക മുടക്കി നമ്മൾ ആ ബിസിനസ്സിൽ സക്സസ് ആയിക്കൊണ്ട് നമുക്ക് ആ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയും. സോ നമ്മൾ ഒരു ലോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു ബാധ്യതയായി മാറുന്നുണ്ട്. കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഈടില്ലാതെ ലോൺ എടുത്താൽ തിരിച്ചടച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അതൊരു കുഴപ്പമായി മാറുന്നതാണ്. താങ്ക് യു.